ഈ ഒരു ടോപ്പിക്ക് എല്ലാവരും കേട്ടിട്ടുണ്ടാവും, സമാന്തര ശ്രേണികൾ അല്ലെങ്കിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. പൊതുവേ നമ്മൾ പ്രോഗ്രഷൻ എന്നുള്ള രീതിയിലാണ് പഠിക്കുക. അപ്പോൾ അതിനകത്തേക്ക് സമാന്തര ശ്രേണികൾ എന്നുള്ള രീതിയിലും സമഗുണിത ശ്രേണികളും എന്നിങ്ങനെ രണ്ട് കാറ്റഗറിയാണ് വരിക. അപ്പോൾ അതിൽ സമാന്തര ശ്രേണികളാണ് ഇപ്പോൾ നോക്കുന്നത്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. എന്താണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ? അപ്പോൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ പ്രത്യേകത എന്ത്, ആ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ എങ്ങനെ വരും എന്നുള്ളതാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം തുല്യമായിരിക്കുന്ന സീരീസിനെ, ശ്രേണികളെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, സമാന്തര ശ്രേണികൾ അല്ലെങ്കിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ 2, 4, 6, 8, 10 ഇത്തരത്തിൽ പോകുന്നൊരു സീരീസ് ഉണ്ട് അല്ലേ. ഇതിനെ നമ്മൾ ഈവൻ നമ്പേഴ്സ് എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു സീരീസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഗ്യാപ്പ് ഈക്വലാണ്, ശരിയല്ലേ. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു സീരീസ് എടുക്കാം, 10, 18, 26, 34 ഈ രീതിയിൽ പോകുന്ന സീരീസ്. ഈ സീരീസിൻ്റെ പ്രത്യേകത എന്താ, 10നോട് 8 ചേർന്ന് 18, 18നോട് 8 ചേർന്ന് 26, 26നോട് 8 ചേർന്ന് 34 ഈ രീതിയിൽ പോവാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് പറയാം, AP അല്ലെങ്കിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് വിളിക്കാം. ഓക്കെ, മറ്റൊരു സീരീസ് കാണിക്കുകയാണേ, 5, 5, 5, 5 എക്സെട്ര. ഈ തന്നിട്ടുള്ള സീരീസ് AP ആണോ എന്ന് ചോദിച്ചാൽ 5ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം 0 അല്ലേ. ഓരോ ടേമും തമ്മിലുള്ള വ്യത്യാസം 0 ആയിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതും എന്താണ്, അരിത്തമെറ്റിക് പ്രോഗ്രഷനാണ്. അപ്പോൾ ഈ വ്യത്യാസം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം, തുല്യമായിരിക്കണം എന്നൊരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു വ്യത്യാസത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ്. ഓക്കെ, കോമൺ ഡിഫറൻസിനെ നമ്മൾ എന്തുകൊണ്ട് സൂചിപ്പിക്കും, D എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കും, പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ്. ഇതാ നോക്കിയേ, ഇനി ഇതിനകത്ത് തന്നെ ആദ്യ പദം എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. എന്താണ് ആദ്യ പദം, X1 A F എന്ന തരത്തിൽ നമുക്ക് ഓരോ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് സൂചിപ്പിക്കാം. എന്താണ് ആദ്യ പദം എന്ന് വെച്ചാൽ ആദ്യ പദം A അല്ലെങ്കിൽ F. ഓക്കെ, ഇതിന് നമുക്ക് X1 എന്നുള്ള രീതിയിലും എടുക്കാം. പിന്നെയുള്ളതോ എന്നാം പദം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. ഓക്കെ, അതായത് ആദ്യ പദവും പൊതുവ്യത്യാസവും നമുക്കറിയാമെങ്കിൽ, ഓക്കെ, ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദവും പൊതുവ്യത്യാസവും നമുക്കറിയാമെങ്കിൽ അതിൻ്റെ nth ടേം, ഇപ്പോൾ 10ാമത്തെ ടേം, 50ാമത്തെ ടേം, 100ാമത്തെ ടേം എന്നൊക്കെ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, A+n-1 D എന്ന ഫോമിൽ ഉപയോഗിക്കും. അത് ചോദ്യം ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അതുപോലെ ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു സംഗതിയാണ് B = A+C/2. അതെന്താണെന്ന് പറയാൻ പോവാണ്. ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ തുടർച്ചയായിട്ടുള്ള ഏതെങ്കിലും 3 പദങ്ങളെ ABC എന്ന് നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, മിഡിൽ ടേം ആരാണ്, B ആണ്. അപ്പോൾ B എങ്ങനെ കണ്ടെത്തും എന്ന് വെച്ചാൽ Aയും Cയും കൂടി ആഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് പകുതി എടുക്കുക. അപ്പോൾ B എങ്ങനെ കണ്ടെത്തും എന്ന് വെച്ചാൽ Aയും Cയും കൂടെ ആഡ് ചെയ്തിട്ട് പകുതി എടുക്കുക. അത് നമുക്ക് ചോദ്യം വരുന്ന സമയത്ത് പറയാം. അപ്പോൾ തൽക്കാലം എന്താണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ മനസ്സിലാക്കുക. അതിനകത്ത് എന്താണ് പൊതുവ്യത്യാസം, എന്താണ് ആദ്യ പദം, ഇനി എന്നാം പദം എങ്ങനെ കണ്ടെത്തും, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ശരി, അപ്പോൾ നമുക്കിനി ചോദ്യങ്ങൾ എങ്ങനെ അറ്റൻഡ് ചെയ്യാം എന്ന് നോക്കാം. ഈ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് അറിയേണ്ട ഒരു കാര്യമാണ് എങ്ങനെ നമുക്ക് പൊതുവ്യത്യാസം കണ്ടെത്താം. പൊതുവ്യത്യാസം എങ്ങനെ കണ്ടെത്തണം എന്ന് വെച്ചാൽ അടുത്തടുത്ത പദങ്ങൾ തമ്മിൽ കുറച്ച് നോക്കിയാൽ, ഇപ്പോൾ 2ാമത്തെ പദത്തിൽ നിന്ന് 1ാമത്തെ പദം കുറച്ചാൽ, 5ാമത്തെ പദത്തിൽ നിന്ന് 4ാമത്തെ പദം കുറച്ചാൽ, 10ാമത്തെ പദത്തിൽ നിന്ന് 9ാമത്തെ പദം, അടുത്തടുത്ത പദങ്ങൾ തമ്മിൽ കുറച്ച പൊതുവ്യത്യാസം കിട്ടും. എന്നാൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഈ അടുത്തടുത്ത പദങ്ങൾ തരാറില്ല. ചിലപ്പോൾ തരുന്നത് 50ാമത്തെ പദവും 70ാമത്തെ പദവും തന്നിട്ട് പൊതുവ്യത്യാസം എന്താണ് എന്ന് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അവിടുത്തെ പദങ്ങളുടെ വ്യത്യാസത്തെ അവരുടെ സ്ഥാന വ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, പദങ്ങളുടെ വ്യത്യാസത്തെ ഏതുകൊണ്ട്, അവരുടെ സ്ഥാന വ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് അവിടെ എന്ത് കിട്ടും, പൊതുവ്യത്യാസം കിട്ടും. ക്ലിയർ ആണോ? അപ്പോൾ പൊതുവ്യത്യാസം എങ്ങനെ കിട്ടും എന്ന് വെച്ചാൽ പദവ്യത്യാസത്തെ സ്ഥാന വ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആണോ? അതുപോലെ തന്നെ പദങ്ങളുടെ എണ്ണം നമുക്ക് നോക്കാം. പദങ്ങളുടെ എണ്ണം നമുക്ക് എങ്ങനെ കണ്ടെത്താം എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു പദം തന്നിരിക്കുകയാണ്. പദം തന്നിരിക്കുക എന്ന് വെച്ചാൽ ഇവിടെ തന്നിരിക്കുന്ന പദം ഇവിടെ ഈ ഒരു ഗ്യാപ്പ് കിടക്കുന്ന സ്ഥലത്ത് നമുക്ക് n എന്ന് വേണമെങ്കിൽ ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ 10 എന്ന് ഫില്ല് ചെയ്യാം, 9 എന്ന് ഫില്ല് ചെയ്യാം. ഏതാണോ നമുക്ക് അവസാനത്തെ പദമായിട്ട് തരുന്നത് നമ്മൾ TN എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ nth ടേം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവസാനത്തെ പദം എന്നുള്ള രീതിയിൽ എടുക്കുന്നു. എന്നിട്ട് അതിൽ നിന്ന് ഏത് കുറയ്ക്കും, ഫസ്റ്റ് ടേം കുറയ്ക്കും. ഓക്കെ, അപ്പോൾ ഈ പദവ്യത്യാസം എടുക്കുന്നു, അവസാനത്തെ പദത്തിൽ നിന്ന് ആദ്യ പദം കുറയ്ക്കുന്നു. ഇതിനെ പൊതുവ്യത്യാസം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഹരിക്കാൻ പറ്റും. ഏതുകൊണ്ട്? പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കാൻ പറ്റും. എന്നിട്ട് 1 കൂട്ടുക. ഇതെങ്ങനെയാണ് കണ്ടെത്തുന്നത്?
പദങ്ങളുടെ എണ്ണം കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവസാനത്തെ പദത്തിൽ നിന്ന് ആദ്യ പദത്തെ കുറയ്ക്കുന്നു, അതിനെ പൊതു വ്യത്യാസം കൊണ്ട് ഹരിക്കുകയും ഒന്ന് കൂട്ടുകയും ചെയ്യും. ഇതെന്തിനാണ്? പദങ്ങളുടെ എണ്ണം കണ്ടെത്താനാണ്. അപ്പോൾ ചോദ്യങ്ങളിൽ വരുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പൊതുവ്യത്യാസം നമുക്ക് ഈ തന്നിരിക്കുന്ന ഡാറ്റയിൽ നിന്ന് എങ്ങനെ എഴുതാം? ഇതോ, പദങ്ങളുടെ എണ്ണം നമുക്ക് എങ്ങനെ എഴുതാം? ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: 7/2, 23/6, 25/6, 27/6 ഇങ്ങനെ പോകുന്ന ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്രയാണ്? പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് എങ്ങനെ കാണും എന്ന് വെച്ചാൽ, അടുത്തടുത്ത പദങ്ങളുടെ, ഇത് ഒന്നാമത്തെ പദം, ഇത് രണ്ടാമത്തെ പദം, ഇത് മൂന്നാമത്തെ പദം, ഇത് നാലാമത്തെ പദം, അടുത്തടുത്ത പദങ്ങളാണല്ലോ. അപ്പം മുകളിലുള്ള പദത്തിൽ നിന്ന് താഴെയുള്ള പദം കുറയ്ക്കുക. ഇപ്പോൾ 2, 3, മൂന്നാമത്തെ പദത്തിൽ നിന്ന് രണ്ടാമത്തെ പദം കുറയ്ക്കാം. 4, നാലാമത്തെ പദത്തിൽ നിന്ന് മൂന്നാമത്തെ പദം കുറയ്ക്കാം. ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ചെഴുതാം. അപ്പം കിട്ടുന്നത് 27/6 മൈനസ് 25/6 എന്ന തരത്തിൽ എഴുതാം. ഓക്കെ, 27/6 25/6 തമ്മിൽ കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? 2/6 എന്നായിരിക്കും. 2/6 എന്ന് പറഞ്ഞാൽ എന്താ? 1/3 എന്നാണ്. ഓക്കെ, ഇത് കണ്ടോ? 27/6 നിന്ന് 25/6 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 2/6 എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ പൊതുവ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഒന്നുകിൽ 2/6 ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കുക, അല്ലെങ്കിൽ ഈ കാണുന്ന 1/3 ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഏത് കൊടുക്കാം? 25/6 എന്ന് 23/6 കുറയ്ക്കാം. നമ്മൾ എന്തുകൊണ്ട് 23/6 7/2 എടുത്തില്ല? അവരുടെ ഛേദങ്ങൾ തുല്യമല്ല. അപ്പോൾ ഛേദങ്ങൾ തുല്യമാക്കേണ്ട ആവശ്യമുണ്ട്. അതിനേക്കാൾ നമുക്ക് സൗകര്യം തുല്യമായിട്ടുള്ള ആരെങ്കിലും തമ്മിൽ കുറച്ചാൽ പോരെ. അടുത്തടുത്ത പദങ്ങൾ തമ്മിൽ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പൊതുവ്യത്യാസം കിട്ടും. അടുത്തൊരു ചോദ്യം: 2, 0, -2 എന്ന ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്രയാണ്? 2, 0, -2 എന്ന ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്രയാണ്? ഇങ്ങനൊരു ചോദ്യം കിട്ടിയാൽ എന്ത് ചെയ്യും? ഇതെല്ലാം തുടർച്ചയായിട്ടുള്ള പദങ്ങളാണോ? ഇതിൻ്റെ പൊതുവ്യത്യാസം എങ്ങനെ കാണാമെന്ന് ചോദിച്ചാൽ, അടുത്തടുത്ത പദങ്ങളെ തമ്മിൽ കുറച്ചാൽ മതി. ഇപ്പോൾ 0യിൽ നിന്ന് നമുക്ക് 2 കുറയ്ക്കാം അല്ലേ? 0യിൽ നിന്ന് എത്ര കുറയ്ക്കാം? 2 കുറയ്ക്കാം. അപ്പോൾ എന്ത് കിട്ടും? -2 എന്ന് കിട്ടും, ആണല്ലോ. അതുപോലെ അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? -2ൽ നിന്ന് ഏത് കുറയ്ക്കാം? 0ത്തെ കുറയ്ക്കാം. അപ്പോഴും എന്ത് തന്നെ കിട്ടും? -2 എന്ന് കിട്ടും. എങ്ങനെ എടുത്താലും പൊതുവ്യത്യാസം ഇവിടെ എന്താ? -2 എന്ന് തന്നെയല്ലേ? ഓക്കെ, അപ്പർ ടേമിൽ നിന്ന് ലോവർ ടേമേ കുറയ്ക്കാവൂ എപ്പോഴും. മൂന്നാമത്തെ ടേമിൽ നിന്ന് രണ്ടാമത്തെ, അഞ്ചാമത്തെ ടേമിൽ നിന്ന് നാലാമത്തെ, ആ രീതിയിലേ കുറയ്ക്കാവൂ. ഒരിക്കലും സംഖ്യ വലുത് ചെറുത് നോക്കിയിട്ട് കുറയ്ക്കാൻ നിൽക്കരുത്. റെഡി? അടുത്തൊരു ചോദ്യം: -100, -96, -92 ഇങ്ങനെ പോവാണ്. ഇതിൻ്റെ ഒരു പൊതുവ്യത്യാസം കണ്ടെത്താമോ എന്ന് ചോദിക്കുകയാണ്. ഇതാ നോക്കിയടാ, ഇത് ഒന്നാമത്തെ പദം, ഇത് രണ്ടാമത്തെ പദം, ഇത് മൂന്നാമത്തെ പദം അല്ലേ? അപ്പോൾ ഈ പദങ്ങളുടെ തമ്മിലുള്ള വ്യത്യാസം, മൂന്നാമത്തെ പദത്തിൽ നിന്ന് രണ്ടാമത്തെ പദം കുറയ്ക്കാവോ? എങ്ങനെ? -92 -96 എന്ന തരത്തിലെടുക്കാം അല്ലേ? -92 -96. അപ്പം നമുക്ക് കിട്ടുന്നത് -92 + 96 എന്ന തരത്തിലായിരിക്കും കിട്ടുക. -92 -96. അപ്പം കിട്ടുന്നത് -92 + 96. അപ്പം ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം എന്ന് ചോദിച്ചാൽ, 96 - 92 എന്ന് കിട്ടും. 96ൽ നിന്ന് 92 പോയാൽ എത്ര കിട്ടുക? 4 എന്നാണ് കിട്ടുന്നത്. കിട്ടുന്നുണ്ടോ? അപ്പോൾ അവിടുത്തെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. ഓക്കെ ആണോ? ശരി, അടുത്തൊരു ചോദ്യം: n², 2n², 3n² എക്സെട്ര ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ പദങ്ങളാണ്. അങ്ങനെയെങ്കിൽ പൊതുവ്യത്യാസം എത്രയായിരിക്കും എന്നുള്ളതാണ് അല്ലേ? തൊട്ട് മുമ്പത്തെ ചോദ്യത്തിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്തേ? ഇതാണ്ടോ, അപ്പർ ടേമിൽ നിന്ന് ലോവർ ടേം കുറച്ചു. ഏതിൽ നിന്നാ? -92ൽ നിന്ന് ഏത് കുറച്ചു? -96. അപ്പോൾ പ്ലസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ചെയ്തത് അല്ലേ? അതുപോലെ തന്നെ ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഇവിടെയും പദങ്ങളുടെ സ്ഥാനം എന്താണെന്ന് കൃത്യമായിട്ട് നോക്കുക. ഇതെന്താ? ഒന്നാമത്തെ പദം, രണ്ടാമത്തെ പദം, മൂന്നാമത്തെ പദം അല്ലേ? ഏതെങ്കിലും അടുത്തടുത്ത രണ്ട് പദങ്ങൾ തമ്മിൽ കുറച്ചാൽ മതിയാവും അല്ലേ? അപ്പോൾ ഇവിടെ എങ്ങനെ കുറയ്ക്കാം? 2n² നിന്ന് n² കുറയ്ക്കാം. അതുപോലെ 3n² നിന്ന് 2n² കുറയ്ക്കാം. ആ രീതിയിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് 3n² നിന്ന് ആരെ മൈനസ് ചെയ്യാം? 2n² മൈനസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ n² എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? കോമൺ ആയിട്ട് തന്നെ പരിഗണിക്കുക. 2 ചക്കയിൽ നിന്ന് 3 ചക്ക കുറയ്ക്കുക എന്നല്ല, 3 ചക്കയിൽ നിന്ന് 2 ചക്ക കുറയ്ക്കുക എന്ന തരത്തിലാണ് അല്ലേ?
അപ്പോൾ n സ്ക്വയർ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും കോമൺ ആയതുകൊണ്ട് ചക്കയെന്നോ മാങ്ങയെന്നോ എക്സ് എന്നോ ഒക്കെ തന്നെ പരിഗണിച്ചാൽ മതി. അപ്പോൾ 2 വാല്യൂവിൽ നിന്ന് 3 വാല്യൂവിൽ നിന്ന് 2 വാല്യൂ കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് 1 വാല്യൂ അല്ലേ. അപ്പോൾ ആക്ച്വലി ഇവിടെ ആരാണ് കൂടി പോകുന്നത്? n സ്ക്വയർ. n സ്ക്വയറിനോട് ഒരെണ്ണം കൂടെ ചേർന്നാൽ 2n സ്ക്വയർ, ഒന്നുകൂടെ ചേർന്നാൽ 3n സ്ക്വയർ, ഒന്നുകൂടെ ചേർന്നാൽ 4n സ്ക്വയർ, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് കിട്ടുന്നത് എന്ന് വെച്ചാൽ പൊതുവ്യത്യാസം എന്താണ്? n സ്ക്വയർ എന്നാണ് കിട്ടുന്നത്. ക്ലിയർ അല്ലേ? ശരി, അടുത്തൊരു ചോദ്യത്തിലേക്ക്. 1, 6, 11 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയിലെ ഏത് 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും ഡാഷ് ആണ് എന്നാണ്. 1, 6, 11 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയിലെ ഏത് 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും ഡാഷ് ആണ് എന്നാണ് ചോദ്യം. അപ്പോൾ അടുത്തടുത്ത 2 പദങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? പരിഗണിക്കുക അല്ലേ. ഇപ്പോൾ അടുത്തടുത്ത 2 പദങ്ങൾ പരിഗണിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ 1, 6, 6, 4 എന്ന രീതിയിലാണ്. അപ്പോൾ 1ൽ നിന്ന് 6ലേക്ക് വന്നപ്പോൾ എന്ത് കിട്ടി? 5 കൂടി. 6ൽ നിന്ന് 11ലേക്ക് വന്നപ്പോൾ എത്ര കൂടി? 5 കൂടി. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എന്തായിട്ട് പരിഗണിക്കണോടാ? 5 എന്ന രീതിയിൽ പരിഗണിക്കണം ആണല്ലോ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ 1ൽ നിന്ന് 11ലേക്ക് വന്നപ്പോൾ എത്ര കൂടിയിട്ടുണ്ട്? 10 കൂടിയിട്ടുണ്ട്. ഇനി അടുത്തൊരു ടൈം എഴുതുകയാണെങ്കിലോ 11നോട് 5 കൂട്ടി 16. അപ്പോൾ 1ഉം 16 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 15. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് പൊതുവ്യത്യാസത്തിൻ്റെ ഗുണിതമായിരിക്കും എപ്പോഴും പദങ്ങൾ തമ്മിലുള്ള അകലം. അത് നമ്മൾ മനസ്സിൽ വെക്കുക. ഓക്കെ, ഏത് 2 പദങ്ങൾ, ഇപ്പോൾ 100ാമത്തെ പദവും 10ാമത്തെ പദവും 150ാമത്തെ പദവും 7ാമത്തെ പദവും, ഏത് 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും എന്താണ് എന്ന് പരിഗണിക്കുക? അത് പൊതുവ്യത്യാസത്തിൻ്റെ ഗുണിതം ആണെന്ന് പരിഗണിക്കുക. ഓക്കെ, കോമൺ ഡിഫറൻസ് എന്താണോ അതിൻ്റെ ഗുണിതമായിരിക്കും ഏത് 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും. ആണോ? അപ്പോൾ ഇവിടെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയേണ്ടി വരും? ഇത് 5ൻ്റെ ഗുണിതമായിരിക്കും എന്ന് പറയേണ്ടി വരും. ക്ലിയർ അല്ലേ? ശരി, അടുത്ത ഒരു ചോദ്യത്തിലേക്ക്. 10, 6, 2 എക്സെട്ര എന്ന ശ്രേണിയിലെ അടുത്ത പദം എത്രയാണ്? 10, 6, 2 എക്സെട്ര എന്ന ശ്രേണിയിൽ അടുത്ത പദം ഏതാന്ന് വെച്ചാൽ നോക്കിയേ. 10ൽ നിന്ന് 6ലേക്ക് വന്നു, പിന്നെ 2ലേക്ക് വന്നു, അടുത്ത നമ്പർ ഏത് എന്നാണ്. അപ്പോൾ ഇവിടെ ഒരു പൊതു വ്യത്യാസം ഉണ്ടല്ലേ. 10ൽ നിന്ന് 6ലേക്ക് പോയപ്പോൾ എന്താ വ്യത്യാസം ഉണ്ടായേ? കൂടുകയാണോ കുറയുകയാണോ? കുറയുകയാണ്. അപ്പം തന്നെ പൊതു വ്യത്യാസം നോക്കിയേ. 6ൽ നിന്ന് 10 കുറച്ചാൽ മതി. അപ്പോൾ എന്ത് കിട്ടും? -4 എന്ന് കിട്ടും. കിട്ടോ? ഇതാണ് എന്തോന്ന്? പൊതു വ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ്. നമുക്ക് വേണ്ടത് 2 കഴിഞ്ഞിട്ടുള്ള അടുത്ത പദമല്ലേ. അപ്പോൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. 2നോട് -4 കൂട്ടുക. 2നോട് -4 കൂട്ടുക എന്ന് പറഞ്ഞാൽ 4ഉം 2ഉം കൂടെ കുറയ്ക്കുക. അപ്പോൾ എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. ഏത് ചിഹ്നം കൊടുക്കുക? മൈനസ് ചിഹ്നം കൊടുക്കുക. അപ്പോൾ 2നോട് -4 കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? 4ഉം 2ഉം കൂടെ കുറയ്ക്കുക. ഏത് ചിഹ്നം കൊടുക്കുക? മൈനസ് ചിഹ്നം കൊടുക്കുക. ഇതെന്താണ്? -2 എന്നാണ് കിട്ടുക. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ശരി, അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകണേ. 5x -7 എന്നിവ ഒരു സമാന്തര ശ്രേണിയുടെ തുടർച്ചയായ 3 പദങ്ങളായാൽ എക്സിൻ്റെ വില എത്ര? ഇതാണ് തൊട്ട് മുമ്പ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് പറഞ്ഞത്. അതായത് ഒരു സമാന്തര ശ്രേണിയുടെ തുടർച്ചയായ പദങ്ങൾ എ ബി സി എന്ന തരത്തിൽ എടുക്കുകയാണെങ്കിൽ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് എയും സിയും തമ്മിൽ കൂട്ടുന്നിട്ട് പകുതി എടുക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ എ ബി സി തുടർച്ചയായ 3 പദങ്ങളായ നമുക്ക് എങ്ങനെ പറയാം? ബി എന്നത് എയുടെയും സിയുടെയും തുകയുടെ പകുതിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു മാർഗം എന്താ പറയാൻ പറ്റുന്നത്? 2b = a + c എന്ന് പറയുക. ഓക്കെ, അതായത് ഈ മിഡിലുള്ള രണ്ടാമത്തെ ടേമിൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് എയുടെയും സിയുടെയും തുകയ്ക്ക് തുല്യമാണ്. അങ്ങനെ വേണമെങ്കിലും പറയാം. ഇത് രണ്ടും സെയിം കാര്യം തന്നെയാണ്. പക്ഷേ രണ്ടും നമുക്ക് പല സാഹചര്യങ്ങളിലും രണ്ടായിട്ട് തന്നെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഇതാ നോക്കിയേ, ഇവിടെ ഇത് ഒരു സമാന്തര ശ്രേണിയുടെ 3 പദങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ മിഡിൽ ടേമായ എക്സ് കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യത്തെ 5ഉം അവസാനത്തെ -7ഉം കൂടെ എടുക്കുക. 5 അതുപോലെ ഏതെടുക്കുക? -7 തമ്മിൽ കൂട്ടുക, എന്നിട്ട് പകുതി എടുക്കുക. 5ഉം -7ഉം തമ്മിൽ കൂട്ടിയാൽ എന്ത് കിട്ടും? -2 എന്ന് കിട്ടും. -2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ -1 എന്ന് കിട്ടും. ആണോ? അപ്പോൾ 5 -7 തമ്മിൽ കൂട്ടുന്നു, അപ്പോൾ -2. ഇനി 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് -1 എന്നായിരിക്കും. ഓക്കെ ആണോ? ചെയ്തെന്താന്ന് നോക്കുക. 5ഉം 7ഉം കൂടെ കൂട്ടി -2, -2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു -1. ഓക്കെ ആണല്ലോ? ശരി, അടുത്തൊരു ചോദ്യം.
13, എക്സ് 35 എന്നിവ ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ സംഖ്യകളായാൽ എക്സിന്റെ വില എത്ര? ഏതൊക്കെയാണ്? 13, എക്സ് 35 ഇവര് ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ സംഖ്യകളാണ്. എന്നാൽ എക്സിന്റെ വില എത്ര എന്നുള്ളതാണ് ചോദ്യം. എന്നാ നോക്കിയേ, ഇത് 3 സംഖ്യകളാണല്ലോ. അപ്പം ഇതിൻ്റെ മിഡിൽ ടേം എന്ന് പറയുന്നത് എക്സ് ആണല്ലോ. എന്നാ നോക്കിയേ, ഇതിന് നമുക്ക് എ ബി സി എന്ന തരത്തിൽ എടുക്കുകയാണെങ്കിൽ ഈ ബി കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്യുന്നു? എയും സിയും കൂടെ കൂട്ടിയിട്ട് പകുതി എടുക്കുന്നു. അപ്പം എന്തെടുക്കാം? 13ഉം അതിൻ്റെ കൂടെ 35ഉം തമ്മിൽ ആഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് പകുതി എടുത്താൽ മതി. 13ഉം 35ഉം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 48 എന്നായിരിക്കും. 48ൻ്റെ പകുതി എന്ന് പറയുന്നത് എന്തായിരിക്കും? 24 എന്നായിരിക്കും. കണ്ടോ, ഏതൊക്കെയാ? 13, 35 കൂട്ടുന്നു, അപ്പോൾ 48. 48ൻ്റെ പകുതി എന്ന് പറയുന്നത് എന്താണ്? 24 എന്നാണ് കിട്ടുക. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവാണ്. k+2, 4k - 6, 3k - 2 എന്നിവ ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ 3 പദങ്ങളായാൽ കെയുടെ വില എത്ര? ഇവര് 3 പദങ്ങളാണ്, തുടർച്ചയായ പദങ്ങളാണ്. ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ b = a+c/2 ഉപയോഗിക്കാം. അതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 2b = a+c എന്ന തരത്തിലായിരിക്കും. ആദ്യത്തെയും അവസാനത്തെയും പദങ്ങൾ അല്ലെങ്കിൽ ആദ്യത്തെയും മൂന്നാമത്തെയും പദങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന റിസൾട്ട് മിഡിലുള്ള ബി സെക്കൻഡ് ടേമിൻ്റെ ഇരട്ടിക്ക് തുല്യമായിരിക്കും എന്നാണ്. ഇപ്പോൾ ഇവിടുത്തെ സെക്കൻഡ് ടൈം എന്ന് പറഞ്ഞാൽ 4k - 6 അല്ലേടാ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 2 × 4k - 6 = 2 × 4k - 6 = k+2 കണ്ടോ, അതാണ് എ. അതിനോട് ഏത് കൂട്ടുക? 3k - 2. ഏത് കൂട്ടുക? 3k - 2 കൂട്ടുക. ഓക്കെ, അപ്പോൾ മിഡിൽ ടേം ആയ 4k - 6നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന വാല്യൂ 2 × 4k - 6 എന്ന് പറഞ്ഞാൽ ഏതിന് തുല്യമാണ്? k+2ൻ്റെയും 3k - 2ൻ്റെയും തുകയ്ക്ക് തുല്യമാണ്. ഓക്കെ, അപ്പോൾ ഇവരൊന്നും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ കിട്ടുന്നത് 8k എന്നാണ്. പിന്നെ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത പോലെ തന്നെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 12 എന്നും കിട്ടും. ഇവിടുത്തെ കെയും 3kയും ചേർന്നാൽ നമുക്കതിനെ 4k എന്ന് വിളിക്കാവോ? ഇവിടുത്തെ 2ഉം ഇവിടുത്തെ -2ഉം ക്യാൻസലായി പോകില്ലേ? ഓക്കെ ആണ്. ഇവിടെ 8k ഉണ്ട്, ഇവിടെ 4k ഉണ്ട്. ഈ 4k ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. എങ്ങനെ കിട്ടും? 8k - 4k = 12 എന്നാണ് കിട്ടുക. 8kയിൽ നിന്ന് എന്താണ്? 4k മൈനസ് ചെയ്താൽ ഇവിടുത്തെ പ്ലസ് ഇവിടെ വരുമ്പോൾ മൈനസ് ആവും, ഇവിടുത്തെ മൈനസ് അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് ആവും അല്ലേ. അപ്പോൾ 8kയിൽ നിന്ന് 4k പോയാൽ ബാക്കിയുള്ളത് 4k അല്ലേടാ? ആണ്. ഇത് എത്രയെന്ന് കിട്ടും? 12 എന്ന് കിട്ടും. അപ്പോൾ കെയുടെ വില എത്രയാണ് എന്ന് ചോദിച്ചാൽ 12/4 ആണ്. കെയുടെ വില എത്രയാണ്? 12/4 ആണ്. ഇത് എത്രയാ? 3 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ കെയുടെ വില എന്താണ്? 3. വേണമെങ്കിൽ കെയുടെ വില ഇട്ട് ഓക്കെ. k+2 അപ്പോൾ എത്ര കിട്ടും? കെയോട് 3നോട് 2 കൂട്ടിയാൽ 5. 4k അപ്പോൾ 4 × 3 എത്രയാ? 12 - 6. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? 6. ഇവിടെയോ 3k അപ്പോൾ എന്താ കിട്ടുക? 3 × 3 9. 9 - 2 എന്താ? 7. കണ്ടോ, 5, 6, 7 എന്ന തരത്തിലല്ലേ പോകുന്നത്. ഇതെന്തായാലും സമാന്തര ശ്രേണിയാണല്ലോ. അപ്പോൾ കെയുടെ വാല്യൂ എന്താണെന്ന് വെച്ചാൽ എന്ത് പറയുക? 3 ആണ് എന്ന് പറയുക. ഓക്കെ ആണല്ലോ. നമ്മൾ പഠിച്ച കണ്ടീഷൻ അതുപോലെ അപ്ലൈ ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ക്ലിയർ? ശരി, അടുത്തൊരു ചോദ്യം. 8, 14, 20 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയിലെ 50-ാം പദം, ഓക്കെ 50-ാമത്തെ പദം എന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ചതാണ് xn അല്ലെങ്കിൽ nth ടേം കാണാനായിട്ട് നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഒരു സമാന്തര ശ്രേണിയിലെ n-ാം പദം അല്ലെങ്കിൽ nth ടേം കാണാനായിട്ട് xn = a + n - 1 × d എന്ന തരത്തിൽ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. a + n - 1 × d. ഇവിടുത്തെ a എന്ന് പറഞ്ഞാൽ ആദ്യ പദമാണല്ലോ. ഇവിടുത്തെ ആദ്യ പദം ആരാ? അത് 8 ആണ്. ഓക്കെ, ഇനി എത്രാമത്തെ പദമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? n = 50 എന്നാണ്. ഓക്കെ, ഇനി ഇവിടുത്തെ പൊതു വ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എങ്ങനെ കിട്ടും? അത് നോക്കിയേ.
8ൽ നിന്ന് 14ലേക്ക് പോകുമ്പോൾ 6, 14ൽ നിന്ന് 20ലേക്ക് പോകുമ്പോൾ 6, പിന്നെ അടുത്ത് 6. ആ രീതിയിൽ 6 6 6 എന്നുള്ള രീതിയിൽ കൂടിയാണ് പോകുന്നത്. d = 6. അപ്പോൾ ഇതിനകത്ത് വാല്യൂസ് കൊടുക്കുക അല്ലേ. ആദ്യ പദം എന്ന് പറയുന്നത് 8, ഓക്കെ, പ്ലസ് n-1 എന്ന് പറഞ്ഞാൽ 50ൽ നിന്ന് 1 പോയാൽ എത്ര കിട്ടും? 49. ഇനി ഇവിടുത്തെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് ആരാ? 6. ഓക്കെ, അപ്പോൾ കിട്ടുന്നത് 8 പ്ലസ് 49 ഇൻറ്റു 6. 50 ഇൻറ്റു 6 300 അല്ലേ. അപ്പോൾ 49 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ എത്രയാ? അതിൽ നിന്ന് ഒരു 6 കുറച്ചാൽ മതി. 300 നിന്ന് 6 പോയാൽ എത്രയാ? 294 എന്ന രീതിയിലായിരിക്കും കിട്ടുക. 294നോട് 8 കൂട്ടി എഴുതാമോ? യെസ്. അപ്പോൾ എത്ര കിട്ടും? 302 എന്ന് കിട്ടും. ഓക്കെ, ഇവിടുത്തെ 50ാമത്തെ പദം എന്ന് പറയുന്നത് എത്ര വരും? 302 എന്ന് വരും. ഓക്കെ, ഇവിടുത്തെ 302 എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായല്ലോ. ആദ്യ പദം അതിനോട് ഈ 50ൽ നിന്ന് 1 കുറച്ച് 49, പൊതുവ്യത്യാസം എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഇത് ഒന്ന് കുറയ്ക്കുന്ന കാര്യം മറക്കരുത്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? n-ാം പദം അല്ലെങ്കിൽ nth ടേം കണ്ടുപിടിക്കുന്നത് ആണല്ലോ. ശരി, അടുത്തൊരു ചോദ്യത്തിലേക്ക്. 4 7 10 എക്സെട്ര ഇതൊരു സമാന്തര ശ്രേണിയാണ്. അപ്പോൾ ഇതിൻ്റെ 101ാം പദം എത്ര എന്ന് ചോദിക്കുന്നു. അപ്പോൾ n എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 101 എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ ആദ്യ പദം എന്ന് പറയുന്നത് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 4 എന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എന്താ? 3 എന്ന് പറഞ്ഞിരിക്കുന്നു ആണല്ലോ. അപ്പോൾ 101ാം പദം എങ്ങനെ കിട്ടും എന്ന് ചോദിച്ചാൽ xn = a പ്ലസ് n-1 ഇൻറ്റു d എന്ന് പറയാം. അപ്പോൾ ആദ്യ പദം എന്ന് പറഞ്ഞാൽ ആരാ? 4 പ്ലസ് n-1. 101ൽ നിന്ന് 1 കുറച്ചാൽ 100 എന്ന് കിട്ടും. പൊതുവ്യത്യാസം എത്രയാ? 3. അപ്പോൾ 3 × 100 300, 4 304 എന്ന രീതിയിൽ എടുക്കാം. ഓക്കെ, ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്താണ്? 304 ആണ് ആര്? 101ാം പദം. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ചോദ്യത്തിലേക്ക്. 13 9 5 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ 10ാം പദം എത്രയാണ്? 13 9 5 എക്സെട്ര ഇതിൻ്റെ 10ാം പദം കണ്ടുപിടിക്കുക എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ആദ്യ പദം എന്ന് പറയുന്ന ആരാ? ഉറപ്പായിട്ടും 13 ആയിരിക്കും ആണല്ലോ. ഇനി ഇവിടുത്തെ പൊതുവ്യത്യാസം കാണണം, കോമൺ ഡിഫറൻസ്. ഇത് കുറഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? പോസിറ്റീവ് വരത്തില്ല, നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 9ൽ നിന്ന് 13 കുറയ്ക്കുക. 9ൽ നിന്ന് 13 കുറച്ചാൽ എന്ത് കിട്ടും? -4 എന്ന് കിട്ടും ആണല്ലോ. ഇനി എന്താ? എ കിട്ടിയിട്ടുണ്ട്, ഡിയും കിട്ടിയിട്ടുണ്ട്. ഇനി എത്രാമത്തെ പദം? 10ാമത്തെ പദം. അപ്പോൾ n-ന്റെ വാല്യൂ എത്ര എന്ന് വെച്ചാൽ എന്ത് പറയുക? 10 എന്ന് പറയുക. ഓക്കെ ആണല്ലോ. അപ്പോൾ 10ാമത്തെ പദം എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ചോദിച്ചാൽ xn എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് x10 എന്ന് എഴുതാം. a പ്ലസ് ഓക്കെ n-1 എന്താ? 9 ഇൻറ്റു d എന്നെടുത്താൽ മതി. 9d അല്ലേ. അപ്പോൾ ആദ്യ പദം എന്ന് പറഞ്ഞാൽ 13 പ്ലസ് 9 ഇൻറ്റു -4. ഇപ്പോൾ പൊതുവ്യത്യാസം മൈനസ് ആണ്, ഓർക്കുക. അപ്പോൾ കിട്ടുന്നത് 13 നമ്മൾ അതുപോലെ എഴുതുന്നു. ഇനി ഈ 9ഉം -4ഉം കൂടെ ഗുണിക്കണം. 9ഉം -4ഉം കൂടെ ഗുണിച്ചാൽ എന്ത് കിട്ടും? -36 എന്ന് കിട്ടും. അപ്പോൾ 13 36 തമ്മിൽ നമ്മൾ മൈനസ് ചെയ്ത് എഴുതിയാൽ എന്ത് കിട്ടും? 36 എന്ന് 13 കുറയ്ക്കുക. അപ്പോൾ എന്ത് കിട്ടും? 23. പക്ഷേ ഇത് വലിയ സംഖ്യയാണ് കുറച്ചിരിക്കുന്നത്. അപ്പോൾ അതെന്ത് കിട്ടും? നെഗറ്റീവ് വാല്യൂ കിട്ടും, -23. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? അപ്പോൾ 10ാം പദം നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചേ? ആദ്യ പദത്തോട് 9 തവണ പൊതുവ്യത്യാസത്തെ കൂട്ടി എഴുതി. ഓക്കെ അല്ലേ? ശരി, അടുത്തൊരു ചോദ്യത്തിലേക്ക്. 6 4 2 എക്സെട്ര. ഓക്കെ, 6 4 2 എക്സെട്ര ഈ ഒരു ശ്രേണിയിലെ 11ാമത്തെ പദം എത്രയാണ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആദ്യത്തെ പദം എന്ന് പറയുന്ന ആരാ? 6 ആണ്. ഓക്കെ, പൊതുവ്യത്യാസം എന്ന് പറയുന്നത് കുറഞ്ഞാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 4ൽ നിന്ന് 6 കുറയ്ക്കേണ്ടി വരും. അപ്പോൾ എന്താ കിട്ടുക? -2. അപ്പോൾ n എത്രയാണ് എന്ന് വെച്ചാൽ പൊതുവ്യത്യാസം എഴുതി കഴിഞ്ഞു. n അല്ലെങ്കിൽ എത്രാമത്തെ പദമാണ്? അതെത്ര? 11 എന്നാണ്. അപ്പോൾ നമുക്കറിയാം 11ാമത്തെ പദം കണ്ടുപിടിക്കാൻ x11 = a പ്ലസ് 11ൽ നിന്ന് 1 പോയാൽ 10d എന്നെടുക്കുക അല്ലേ. അപ്പോൾ ആദ്യത്തെ പദം ആരാ? 6 ആണ്. 6 പ്ലസ് 10 ഇൻറ്റു പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ ആരാ?
-2. അപ്പോൾ കിട്ടുന്നത് 6 മൈനസ് 20 എന്നാണ്. 6ൽ നിന്ന് 20 കുറയ്ക്കുക. 6ൽ നിന്ന് 20 കുറച്ചാൽ എന്ത് കിട്ടും? 14. എന്ത് 14? നെഗറ്റീവ് -14 എന്നായിരിക്കും കിട്ടുക. ഓക്കെ അല്ലേ? അപ്പോൾ a + 10d ആണ്. a എന്ന് പറഞ്ഞാൽ 6. 6a + 10 ഇൻറ്റു -2. അപ്പോൾ -20. 6ൽ നിന്ന് 20 കുറച്ചാൽ എത്ര കിട്ടും? -14 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ശരി, അടുത്തൊരു ചോദ്യം. -8, -5, -2, 1 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ 18ാമത്തെ പദം എന്താണ്? അപ്പോൾ ഇനി ഓരോന്നും നമ്മൾ എടുത്തെഴുതി സമയം കളയണമെന്നില്ല. എന്താണ് 18ാമത്തെ പദമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? x18 = അല്ലേ, a + 18ൽ നിന്ന് 1 കുറച്ചാൽ 17d എന്ന് എഴുതുക. ആദ്യത്തെ പദം എന്ന് പറയുന്ന ആരാ? ഇവിടെ -8 ആണ്, പ്ലസ് 17 ഇൻറ്റു d ഇവിടെ ആവശ്യമുണ്ട് അല്ലേ. അപ്പോൾ 8ൽ നിന്ന് -5ലേക്ക്, -5ൽ നിന്ന് ഏതിലേക്ക്? -2ലേക്ക്, പിന്നെ 1ലേക്ക്. അപ്പോൾ ഇത് ആക്ച്വലി വാല്യൂ കൂടിയല്ലേ പോകുന്നത്. അപ്പോൾ പൊതുവ്യത്യാസം എന്തായാലും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഏത് നിന്ന് ഏത് കുറയ്ക്കണം? 8 നിന്ന് 5 തന്നെ കുറച്ചോളൂ. പക്ഷേ ചിഹ്നം ഏത് തന്നെ കൊടുക്കുക? 3 എന്ന് പറയുന്നത് ചിഹ്നം ഏതായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. കാരണം എന്താ? ഈ ഒരു സീരീസ് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. വലിയ നമ്പറിലേക്ക് പോകുമ്പോൾ പൊതുവ്യത്യാസം എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ്. അപ്പോൾ 8ൽ നിന്ന് -5ലേക്ക്, -5ൽ നിന്ന് -2ലേക്ക്. അപ്പോൾ എന്താണ്? 3 ആണ്. അപ്പോൾ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. ഓക്കെ, ഇവിടെ കിട്ടുന്നത് -8 പ്ലസ് 17 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 51 ആണ്. ഓക്കെ, അപ്പോൾ കിട്ടുന്നത് 51 - 8. 51 നിന്ന് 8 പോയാൽ എത്ര കിട്ടും? 43 എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ 43 എന്ന് പറയുന്നതാണ് ഏത്? 18ാമത്തെ പദം. ശ്രദ്ധിക്കുക, ഇവിടെ എന്തുകൊണ്ട് നെഗറ്റീവ് വാല്യൂവിൽ നിന്ന് 18ാം പദം എത്തിയപ്പോൾ പോസിറ്റീവിലെത്തിയെന്ന് മനസ്സിലായോ? എന്താ കാരണം? ഈ ഒരു സീരീസിൽ നമ്പേഴ്സ് എങ്ങനെയാണ്? വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇവിടുത്തെ പൊതുവ്യത്യാസം എന്ന് പറയുന്ന വാല്യൂ പോസിറ്റീവ് നമ്പറാണ്. അതുകൊണ്ട് ഇത് എങ്ങോട്ട് തന്നെ പോകും? മുകളിലേക്ക് തന്നെ പോകും. ഓക്കെ, മറ്റൊരു ചോദ്യം. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ പദം 25, അവസാനത്തെ പദം -25, പൊതുവ്യത്യാസം -5 ആയാൽ പദങ്ങളുടെ എണ്ണം എത്രയാണ്? ഓക്കെ, പദങ്ങളുടെ എണ്ണം. അപ്പോൾ ആദ്യത്തെ പദം അറിയാം, അവസാനത്തെ പദം അറിയാം, പൊതുവ്യത്യാസം അറിയാം. അങ്ങനെയാണെങ്കിൽ പദങ്ങളുടെ എണ്ണം n കാണാനായിട്ട് നമ്മൾ അവസാനം ഒരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? tn - t1 / d + 1. അതായത് അവസാന പദം എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന വാല്യൂവിൽ നിന്ന് ആദ്യ പദം കുറയ്ക്കുക, എന്നിട്ട് പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുക, എന്നിട്ട് 1 കൂട്ടുക അല്ലേ. ഇവിടെ അവസാന പദം എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന ആരെയാ? -25നെയാണ്. ഇതിൽ നിന്ന് ആദ്യ പദമായ ആരെ കുറയ്ക്കുക? 25നെ കുറയ്ക്കുക. എന്നിട്ട് ഇവിടെ പൊതുവ്യത്യാസമായ ഏതുകൊണ്ട് ഹരിക്കുക? -5 കൊണ്ട് ഹരിക്കുക, എന്നിട്ട് 1 കൂട്ടുക. അപ്പം -25 -25 രണ്ടും കൂടെ ചേർന്നിട്ട് നമുക്ക് എന്ത് വായിക്കാം? -50 എന്ന തരത്തിൽ വായിക്കാം. ശരിയല്ലേ? ഡിവൈഡഡ് ബൈ -5 എന്നെടുക്കുക, +1 എന്നെടുക്കുക. അപ്പം -50 -5 ഇതിനെ നമുക്ക് മൈനസും കൂടെ പ്ലസ് ആക്കി എടുക്കാൻ പറ്റുമല്ലോ. 10, 10നോട് എത്ര കൂട്ടുക? 1 കൂട്ടുക. 10നോട് 1 കൂട്ടിയാൽ എത്ര കിട്ടും? ആൻസർ 11 എന്ന് കിട്ടും. കണ്ടോ? അപ്പം ഇത് എത്രാമത്തെ പദമായിരുന്നു എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇതിൽ എത്ര പദങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ, ഓക്കെ, ഇപ്പം അവസാനത്തെ പദമായ -25 തന്നിട്ട് ഇത് എത്രാമത്തെ പദമാണെന്ന് ചോദിച്ചാൽ 11, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ശ്രേണിയിൽ എത്ര പദങ്ങളുണ്ട് എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ് ആൻസർ? 10 11. ഓക്കെ അല്ലേ? യെസ്. അടുത്തൊരു ചോദ്യം. ഒരു നഗരത്തിലെ വീടുകൾക്ക് 46 മുതൽ 150 വരെയുള്ള ഇരട്ട നമ്പറുകൾ നൽകിയിരിക്കുന്നു എങ്കിൽ വീടുകളുടെ ആകെ എണ്ണം എത്ര? ഉണ്ടോ? ഇവിടെ വീടുകളുടെ എണ്ണം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ വീടിൻ്റെ എണ്ണം അല്ലെങ്കിൽ T1 എന്ന് പറയുന്നത് എന്താ? 46 ആണ്. ആണല്ലോ. ഇവിടെ Tn അവസാനത്തെ വീടിൻ്റെ നമ്പർ എത്രയാ? 150 ആണ്. ഓക്കെ, ഇനി ഇവിടുത്തെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എന്താ? 2 ആണ്. കാരണം ഇരട്ട നമ്പറുകളാണ്, ഈവൻ നമ്പേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര വീടുകളുണ്ട് അല്ലെങ്കിൽ വീടുകളുടെ എണ്ണം അതിനെ സൂചിപ്പിക്കുന്ന n എടുത്തുകൂടെ? എങ്ങനെയാ? Tn - T1 ഡിവൈഡഡ് ബൈ d + 1 എന്നെഴുതാം.
ആണോ? അപ്പോൾ ടി എന്നിൽ നിന്ന് T1 കുറയ്ക്കുക, എന്നിട്ട് D കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 1 കൂട്ടുക. അപ്പോൾ TN എന്ന് പറഞ്ഞാൽ ആരാ? 150 ഓക്കെ. 150 നിന്ന് ആരെ കുറയ്ക്കുക? 46 കുറയ്ക്കുക. ഇവിടുത്തെ പൊതു വ്യത്യാസം എന്ന് പറയുന്നത് 2 എന്നിട്ട് അതിനോട് 1 കൂട്ടുക. 150 നിന്ന് 46 കുറയ്ക്കുക. 150 നിന്ന് 46 കുറച്ചാൽ എന്ത് കിട്ടും? ബാക്കി ഉറപ്പായിട്ട് അവിടെ കിട്ടുന്നത് 104 എന്നായിരിക്കും അല്ലേ? 104നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് 1 കൂട്ടുക. 104നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 52. 52 1 എത്ര കിട്ടുന്നത്? 53 ആണോ? ഇവിടുത്തെ n എന്ന് പറയുന്നത് അല്ലെങ്കിൽ പദങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്? 53 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ എന്താണ് ചെയ്തതെന്ന് നോക്കുക. ആദ്യ പദത്തും അവസാന പദവും തമ്മിലുള്ള ഗ്യാപ്പ് എടുത്തു, അല്ലെങ്കിൽ അവസാന പദത്തിൽ നിന്ന് ആദ്യ പദം കുറച്ചു, എന്നിട്ട് പൊതുവ്യത്യാസം കൊണ്ട് അവിടെ ഹരിച്ചു, എന്നിട്ട് 1 കൂട്ടി. ഈ 1 കൂട്ടുന്ന കാര്യം മറന്നുപോയാലും എന്ത് ചെയ്യും? ആൻസർ പൂർണ്ണമായിട്ട് തെറ്റിപ്പോവും. ഓക്കെ അല്ലേ? ശരി, അടുത്ത ചോദ്യം. ഒരു പൂക്കളത്തിൽ ഓരോ വരിയിലും 23, 21, 19 എന്ന ക്രമത്തിൽ പൂക്കളുണ്ട്. ഓക്കെ, അവസാനത്തെ വരിയിൽ 15 പൂക്കളാണ് ഉള്ളതെങ്കിൽ പൂക്കളത്തിൽ ആകെ എത്ര വരികളുണ്ട്? വരികളുടെ എണ്ണം നോക്കാൻ പറഞ്ഞ എന്താണ്? n, നമ്പർ ഓഫ് ടേംസ് തന്നെയാണ്. ഇവിടുത്തെ ആദ്യത്തെ പദം എന്ന് പറയുന്നത് 23, അവസാനത്തെ പദം എന്ന് പറയുന്നത് അവസാനത്തെ കളത്തിൽ എത്ര ഉണ്ടെന്ന്? 15 ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടുത്തെ പൊതുവ്യത്യാസം ആദ്യം എഴുതുക അല്ലേ? പൊതുവ്യത്യാസം എങ്ങനെ എഴുതാം? കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 21 മൈനസ് 23. 21ൽ നിന്ന് 23 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? -2 എന്നാണ് കിട്ടുക. ഓക്കെ, 21ൽ നിന്ന് 23 കുറച്ചാൽ എന്ത് കിട്ടും? -2 കിട്ടും. അല്ലെങ്കിൽ 19 നിന്ന് 21 കുറച്ചാൽ എന്ത് കിട്ടും? -2 കിട്ടും. അപ്പോൾ ഇതിൽ എത്ര വരികളുണ്ട് അല്ലെങ്കിൽ എന്നിൻ്റെ വില എത്രയാണ് എന്ന് ചോദിച്ചാൽ എന്താ ചെയ്യാൻ പോകുന്നത്? തമ്മിൽ കുറയ്ക്കണം. ആരെയൊക്കെ തമ്മിൽ കുറയ്ക്കണം? ഈ അവസാനത്തെ പദവും ആദ്യ പദവും തമ്മിൽ കുറയ്ക്കുക. അവസാനത്തെ പദമായ 15, ആദ്യത്തെ പദമായ 23 ഇവരെ തമ്മിൽ കുറയ്ക്കുക. എന്നിട്ട് ഇതിനെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുക. ഇവിടുത്തെ പൊതുവ്യത്യാസം ആരാ? -2, എന്നിട്ട് 1 കൂട്ടിയാൽ മതി. 15ൽ നിന്ന് 23 കുറച്ചാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ -8 എന്നാണ്. -8നെ -2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് 1 കൂട്ടുക. -8 -2 തമ്മിൽ ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 4. 4നോട് 1 കൂട്ടുക. -8 ബൈ -2 4. 4നോട് 1 കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? ഉറപ്പായിട്ടും 5 എന്നായിരിക്കും. കണ്ടോ? അപ്പോൾ ആ പൂക്കളത്തിലാകെ എത്ര വരികളുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? 5 എന്ന് പറയാം. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ചോദ്യത്തിലേക്ക്. ഒരു സമാന്തര ശ്രേണിയുടെ 25ാം പദം 50, 50ാം പദം 25 ആയാൽ ആ ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്ര? ഓക്കെ, ഒരു സമാന്തര ശ്രേണിയുടെ 25ാം പദം 50, 50ാം പദം 25. അത് നോക്കിക്കോടാ. 25ാം പദം 25th ടേം എന്ന് പറയുന്നത് എന്താണ്? 50 ആണ്. ഓക്കെ, അതുപോലെ 50ാമത്തെ പദം എന്ന് പറയുന്നത് ആരാണ്? 25 ആണ്. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് എന്താണ് കണ്ടെത്തേണ്ടത്? പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ്. അപ്പോൾ പൊതുവ്യത്യാസം കാണാൻ നമ്മൾ നേരത്തെ ഒരു ടെക്നിക്ക് പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? പദവ്യത്യാസം ഭാഗം സ്ഥാനവ്യത്യാസം എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ നോട്ടിനകത്ത് പറഞ്ഞതാ പദവ്യത്യാസത്തെ സ്ഥാനവ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പൊതുവ്യത്യാസം കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓർക്കുക, കോമൺ ഡിഫറൻസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പ്ലേസ് അല്ലെങ്കിൽ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുത്തെ പൊതുവ്യത്യാസം കാണാനായിട്ട് ടേം ഡിഫറൻസ് എഴുതാം. അപ്പോൾ 50ൽ നിന്ന് 25 കുറയ്ക്കുകയാണേ. അപ്പോൾ 50 മൈനസ് 25 ആണല്ലോ. ഇതിൻ്റെ താഴെ ആരെ എഴുതണം? 50ൻ്റെ ടേം 25, സോറി 50ൻ്റെ പൊസിഷൻ 25. ഓക്കെ, എന്നിട്ടോ 25ൻ്റെ പൊസിഷൻ 50 ഇങ്ങനെ എഴുതുക. അപ്പോൾ 50 മൈനസ് 25 ഡിവൈഡഡ് ബൈ 25 മൈനസ് 50. അപ്പോൾ കിട്ടുന്നത് എന്താ? മുകളിൽ കിട്ടുന്നത് 25 എന്നും താഴെ കിട്ടുന്നത് -25 എന്നുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പൊതുവ്യത്യാസം -1 ആയിരിക്കും. ഓക്കെ, ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? അവിടെ -1. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഇത്തരത്തിൽ ഇപ്പോൾ 25ാമത്തെ പദം 50, 50ാം പദം 25 എന്ന് ചോദിച്ച പോലെ 30ാം പദം 70,
70-ആം പദം 30 എന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടുത്തെ പൊതുവ്യത്യാസം എന്താ? -1. ഇത്തരത്തിൽ സംഖ്യകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളിലെല്ലാം പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് ആയിട്ട് ആരെ പരിഗണിച്ചാൽ മതി? -1നെ പരിഗണിച്ചാൽ മതി. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ഒരു ചോദ്യം. ഒരു സമാന്തര ശ്രേണിയുടെ 10-ആം പദം 47, 15-ആം പദം 72 ആയാൽ പൊതുവ്യത്യാസം എത്ര? ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്? 10-ആം പദം 10th ടേം എന്ന് പറയുന്നത് 47 ആണല്ലോ. ഇനി 15-ആം പദം 15th ടേം എന്ന് പറയുന്നത് എന്താ? 72 ആണല്ലോ. ഇതിൽ നിന്ന് പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം? നോക്കിയേ, ഈ 47ഉം 72ഉം തമ്മിലുള്ള വ്യത്യാസം എടുക്കാം. എങ്ങനെ എടുക്കാം? 72 - 47 എഴുതാൻ പറ്റുമോ? ഓക്കെ, ഇതാണ് പദവ്യത്യാസം. എഴുതിയിട്ടുണ്ടോ? ഇനി എന്താ? സ്ഥാന വ്യത്യാസം. 72ന്റെ സ്ഥാനം 15. ഓക്കെ, ഇനി 47ന്റെ സ്ഥാനം 10. ഇങ്ങനെ എഴുതാൻ പറ്റുമല്ലോ. ഓക്കെ, 72 നിന്ന് 47 കുറയ്ക്കാം. 70 നിന്ന് 40 കുറച്ചാൽ എത്രയായിരിക്കും? 70-ൽ നിന്ന് 40 കുറച്ചാൽ എത്രയായിരിക്കും ഗ്യാപ്പ്? 30. അത്രയും വ്യത്യാസം ഇവർ തമ്മിലില്ല അല്ലേ? ഓക്കെ, അത് ഓർത്താൽ മതി. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് 50-ൽ നിന്ന് 50 ആണല്ലോ 47 കഴിഞ്ഞ അടുത്ത പൊസിഷൻ. ഓക്കെ, പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പം 50 മുതൽ 72 വരെ എത്രയാ? 22 ഗ്യാപ്പ്, പിന്നെ താഴേക്ക് ഒരു 3. അപ്പം നമുക്ക് എന്തെടുക്കാം? മൊത്തത്തിൽ ഇവിടുത്തെ ഗ്യാപ്പ് 25 എന്ന തരത്തിലെടുക്കാം. ഇനി 15-ൽ നിന്ന് 10 പോയാൽ ബാക്കി എന്ത്? 5. അപ്പോൾ 25നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടും 5. അപ്പോൾ ഇവിടുത്തെ പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാ? 5 സ്ഥാന വ്യത്യാസം താഴെ എഴുതിയിട്ടുണ്ട്, പിന്നെ പദവ്യത്യാസം മുകളിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പദവ്യത്യാസത്തെ സ്ഥാനവ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പൊതുവ്യത്യാസമായ 5നെ കിട്ടും. ഓക്കെ ആണല്ലോ. മറ്റൊരു ചോദ്യം. ഒരു സമാന്തര ശ്രേണിയുടെ 3-ആം പദം 120, 7-ആം പദം 144, അങ്ങനെയെങ്കിൽ 5-ആം പദം എത്രയാണ് എന്ന് ചോദിക്കുന്നു. ഓക്കെ, ഒരു സമാന്തര ശ്രേണിയുടെ 3-ആം പദം 120. അപ്പം തേർഡ് ടേം എന്ന് പറയുന്നത് എന്താണ്? 120 എന്ന തരത്തിൽ നമുക്ക് എടുക്കാം ആണല്ലോ. അതുപോലെ 7-ആം പദം 7th ടേം എന്ന് പറയുന്നത് എത്രയായിട്ട് എടുക്കുക? 144 എന്ന തരത്തിൽ എടുക്കുക. അപ്പോൾ ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? 4. ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? നമ്മളിത് ടേമിൻ്റെ ഡിഫറൻസ് എടുത്തു അല്ലേ? ഓക്കെ, സോറി, പൊസിഷൻ്റെ ഡിഫറൻസ് എടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ടേമിൻ്റെ ഡിഫറൻസ്. അപ്പോൾ 3, 7 തമ്മിലുള്ള വ്യത്യാസം. 7 നിന്ന് 3 കുറച്ചാൽ 4. അങ്ങനെയാണെങ്കിൽ 120 നിന്ന് 144ലേക്ക് വന്നപ്പോൾ എത്ര കൂടി? 24. അപ്പോൾ ഇവിടുത്തെ ഡിഫറൻസ് കിട്ടിയല്ലോ. ഇനി ഇവിടുത്തെ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 24/4 ആയിരിക്കും. അപ്പോൾ എത്ര കിട്ടി? 6. ഓക്കെ, അപ്പോൾ ഈ കിട്ടിയിരിക്കുന്നത് എത്രാമത്തെ പദം? 3-ാമത്തെ പദം. അവിടെ നിന്ന് എങ്ങോട്ട് പോകണം? 5-ാമത്തെ പദത്തിലേക്ക് പോകണം. 3-ാമത്തെ പദം എന്ന് പറയുന്നത് 120. ഇതിലേക്ക് ഒരു 6 കൂടി ചേർത്താൽ അടുത്ത പദം കിട്ടൂലേ? 126. അപ്പോൾ അത് എത്രാമത്തെ പദം? 3-ാമത്തെ പദത്തിനോട് 6 കൂട്ടിയ 4-ാമത്തെ പദം. ഈ 4-ാമത്തെ പദമായ 126നോട് 6 കൂട്ടിയാൽ എത്ര കിട്ടും? 132. അപ്പോൾ ഇത് എത്രാമത്തെ പദമാണ്? 5-ാമത്തെ പദം. അപ്പോൾ 5-ാമത്തെ പദം ഏതാണെന്ന് വെച്ചാൽ 132. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ആലോചിക്കാം, 3-ാമത്തെ പദത്തിനോട് എത്ര തവണ പൊതുവ്യത്യാസം കൂട്ടി 5-ാമത്തെ പദം കിട്ടും? 2 തവണ. അപ്പോൾ 2 × 6 എത്രയാ? 12. അപ്പോൾ ഏത് കൂട്ടിയാൽ മതി? 120നോട് 12 കൂട്ടി 132 എന്നുള്ള രീതിയിൽ എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ നോക്കിയടാ, ഈ 3-ാമത്തെ പദം എന്ന് പറയുന്നത്, ഓക്കെ, 3-ാമത്തെ പദം എന്ന് പറയുന്നത് 120 ഇതിനിടയിൽ 4-ാമത്തെ പദം ഇല്ല. ഓക്കെ, 5-ാമത്തെ പദം ഇല്ല, 6-ാമത്തെ പദം ഇല്ല, പിന്നെ ഉള്ളത് 7-ാമത്തെ പദം 144. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുമോ? ഓക്കെ, 120, ഇതിനിടയിൽ 3 ഗ്യാപ്പ് ഉണ്ട്. 144. നമുക്ക് കണ്ടെത്തേണ്ടത് ഈ 5-ാമത്തെ പദമാണ് കണ്ടെത്തേണ്ടത്. അതായത് ഈ 2 നമ്പറിൻ്റെയും ഒത്ത നടുവിലാണ് ആരുള്ളത്? ഈ കാണുന്ന 5-ാമത്തെ ടൈം ഉള്ളത്. അപ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടെ എളുപ്പത്തിൽ കാണാൻ പറ്റൂലേ? എങ്ങനെയാ? ഈ 2 പദങ്ങളെ തമ്മിൽ കൂട്ടുക. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, BC, ABC അല്ലെ? ബി കണ്ടുപിടിക്കാൻ എയും സിയും കൂടെ കൂട്ടിയിട്ട് പതി എടുക്കൂലേ? അതുപോലെ 120 144 കൂട്ടാവോ? ഓക്കെ, 120 + 144 എത്ര കിട്ടും? 120 144 കൂട്ടുമ്പോൾ എത്താ കിട്ടുക?
264 എന്ന് കിട്ടും. എന്നിട്ട് ഈ 264 നേരെ പകുതി എടുത്ത് നോക്കിയേ. 264 നേരെ പകുതി എടുത്താൽ നമുക്ക് കിട്ടുന്നത് 132 എന്നല്ലേ? ഓക്കെ, ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഒത്ത നടുവിലുള്ള സംഖ്യ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആദ്യത്തെ അവസാനത്തെ സംഖ്യ തമ്മിൽ കൂട്ടിയിട്ട് പകുതി എടുത്താലും മതിയാകും. ഓക്കെ ആണല്ലോ? ശരി, അടുത്തൊരു ചോദ്യം. ഒരു സമാന്തര ശ്രേണിയുടെ 4-ാം പദം 31, 6-ാം പദം 47. ഓക്കെ, ആയാൽ ആദ്യത്തെ പദം ഫസ്റ്റ് ടേം എത്ര എന്നാണ്. ഓക്കെ, 4-ാം പദം 31, 6-ാം പദം 47. അപ്പോൾ 4-ാമത്തെയും 6-ാമത്തെയും പദത്തിൻ്റെ ഒത്ത നടുവിൽ ആര് വരും? 5-ാമത്തെ പദം വരത്തില്ലേ? ഓക്കെ, അപ്പോൾ ഞാൻ നോക്കിയേ, 4-ാമത്തെ പദം 31, 5-ാമത്തെ പദം നമുക്കറിയില്ല, 6-ാമത്തെ പദം 47. അപ്പോൾ ഇത് കണ്ടുപിടിച്ചൂടെ? നടുവിലുള്ള സംഖ്യ എങ്ങനെയാ? 31, 47 തമ്മിൽ കൂട്ടുക, പകുതി എടുക്കുക. അപ്പോൾ കിട്ടുന്നത് എന്താ? 78ൻ്റെ പകുതി. 78ൻ്റെ പകുതി എത്രയാ? 39. അപ്പോൾ മിഡിലെ സംഖ്യ ഏതാണെന്ന് വെച്ചാൽ 39. അപ്പോൾ 31, 39, 47 എത്ര വീതം കൂടിയിട്ടാ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ 8, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ 8 വീതം കൂടിയിട്ടാ അല്ലേ? അപ്പോൾ നിങ്ങളിങ്ങനെ ഓർത്താൽ മതി, 4-ാമത്തെ പദത്തിൽ എത്ര പൊതുവ്യത്യാസമുണ്ട്? 1-ാമത്തെ പദത്തിൻ്റെ കൂടെ എത്ര പൊതുവ്യത്യാസം ചേർന്നാൽ 4-ാമത്തെ പദം കിട്ടും? 1-ാമത്തെ പദത്തിനോട് 3 പൊതുവ്യത്യാസം ചേർത്താൽ 4-ാമത്തെ പദം കിട്ടും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 4-ാമത്തെ പദത്തിൽ നിന്ന് ഈ 3 പൊതുവ്യത്യാസം കുറച്ചാൽ 1-ാമത്തെ പദം കിട്ടൂലേ? കിട്ടും. അപ്പോൾ 4-ാമത്തെ പദമായ 31-ൽ നിന്ന് എത്ര പൊതുവ്യത്യാസം കുറയ്ക്കണം? 3 പൊതുവ്യത്യാസം. അപ്പോൾ ഇവിടുത്തെ പൊതുവ്യത്യാസം 8 ആയതുകൊണ്ട് 3 × 8 കുറയ്ക്കുക. അപ്പോൾ 31-ൽ നിന്ന് 3 8 24 കുറയ്ക്കുന്നു. 3 8 24 കുറച്ചപ്പോൾ ബാക്കി എത്ര കിട്ടിയിട്ടുണ്ട് നമുക്ക്? 7 എന്ന് കിട്ടിയിട്ടുണ്ട്. ആണോ? അപ്പോൾ ഇവിടുത്തെ ആദ്യ പദം എത്രയാണ് എന്ന് വെച്ചാൽ എന്ത് പറയുക? 7 എന്ന് പറയുക. ക്ലിയർ? അപ്പോൾ എന്താണ് ചെയ്തത്? മിഡിലത്തെയും കണ്ടുപിടിച്ചു, പൊതുവ്യത്യാസം കിട്ടി. ഇനി 4-ാമത്തെ പദത്തിൽ നിന്ന് എത്ര പൊതുവ്യത്യാസം പുറകിലേക്ക്? 3 പൊതുവ്യത്യാസം പുറകിലേക്ക്. ക്ലിയർ? യെസ്. അടുത്ത ചോദ്യത്തിലേക്ക്. ഒരു സമാന്തര ശ്രേണിയിലെ 1-ാം പദം 11, 3-ാം പദം 27 ആയാൽ 4-ാമത്തെ പദം എത്ര? 1-ാം പദം നമുക്കറിയാം അല്ലേ? 1-ാമത്തെ പദം 11, 2-ാമത്തെ പദം നമുക്കറിയില്ല, 3-ാമത്തെ പദം 27. കണ്ടുപിടിക്കേണ്ടത് 4-ാമത്തെ പദം ആണല്ലോ. അപ്പോൾ ചെയ്യേണ്ടത് നോക്കൂ, ഇത് രണ്ടും നമുക്കറിയാമെങ്കിൽ ഈ നടുവിലത്തെ സംഖ്യ കണ്ടുപിടിച്ചൂടെ? 11 27 എത്ര കിട്ടും? 38 എന്ന് കിട്ടും ആണല്ലോ. 38ൻ്റെ പകുതി എത്രയാ? 19 എന്ന് കിട്ടും ആണല്ലോ. 11 27 കൂട്ടി 38, 38ൻ്റെ പകുതി 19. ഇതുണ്ടോ? ഇവിടുത്തെ വ്യത്യാസം 8. കണ്ടോ? ഇവിടുത്തെ വ്യത്യാസം 8. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വ്യത്യാസവും എന്ത് തന്നെയാണ്? 8. അപ്പോൾ 27നോട് 8 കൂട്ടുക. അപ്പോൾ ഇവിടെ നമുക്ക് ഏത് കിട്ടും? നമ്പർ 35 എന്ന് കിട്ടും. അപ്പം 4-ാമത്തെ പദം എത്രയാണെന്ന് ചോദിച്ചാൽ എന്ത് പറയുക? ഈസി ആയിട്ട് 35 എന്ന് പറയുക. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? സമാന്തര ശ്രേണി എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ചെയ്ത ചോദ്യങ്ങളെല്ലാം വ്യക്തമാണ്, ഒരുവിധം ധാരണയുണ്ട് എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.